പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം എനിക്കുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും വാർത്തകളിലൂടെയും മറ്റും കാണുന്നത് മെഡിക്കൽ കോളേജിലുണ്ടായ വിഷയങ്ങളാണ്. ശരിയാണ്, മെഡിക്കൽ കോളേജിൽ പല വിഷയങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിലേറെ വലിയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ ഒരു ഇര എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വിഷയം നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രധാനമായും നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ചെയ്യുന്ന ക്രൂരത പലരും പുറത്തറിയാത്തതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലുള്ള പത്രമാധ്യമങ്ങൾ അന്നു തന്നെ പറയാം, അതിനൊരു അനുഭവം അല്ലെങ്കിൽ അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. അതായത്, എൻ്റെ കാൽപാദം ഇന്നെനിക്കില്ല, കാൽപാദം മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 2025 എന്നെ കൊണ്ടുപോയി അഡ്മിറ്റാക്കുകയും അവിടെ ചികിത്സ കൃത്യമായി പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു, ഒരു പക്ഷേ ഇത് മുറിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നറിയില്ല, അത്രമേൽ ക്രിട്ടിക്കലാണ്. പക്ഷേ അതിനുശേഷം 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അവസ്ഥ നോർമലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് വീട്ടുകാരൊക്കെ വിചാരിച്ചു വലിയ ഒരു ദുരന്തമായി മാറുമോ, കാല് നഷ്ടപ്പെടുമോ എന്നൊക്കെ ഭയന്ന് കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള, നമ്മൾ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ അറിയപ്പെടുന്നൊരു പേരിൽ അറിയപ്പെടുന്നൊരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ഒരു ഡയബറ്റിക്കിൻ്റെ ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ആ ഡോക്ടർ എന്നോട് പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ നിന്ന് കാല് ക്ലീനാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാംസം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവിടെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് സർജന് കൈമാറുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇവിടെ നടന്നത് മഹാ തട്ടിപ്പാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ചെയ്തത്. അതായത്, ഞാൻ ഒരിക്കലും പോലും കാണാത്ത വലിയൊരു ഡോക്ടർ കോഴിക്കോട് പ്രമുഖ ഹോസ്പിറ്റലിൽ, അദ്ദേഹത്തെ കാണണമെങ്കിൽ തന്നെ 750 രൂപേൻ്റെ അടുത്ത് ഫീസ് വരും. അത്രയും വലിയൊരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ പേര് വെച്ചുകൊണ്ട് 2022 ഡിസംബർ 19 തോന്നുന്നു പഠിച്ചിറങ്ങി, അതായത് ജോലിയിൽ കയറുന്ന കോഴിക്കോടുള്ള മുക്കത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അധ്യാപകനായി കയറി തുടർന്ന് പിന്നെ കോഴിക്കോട് പ്രമുഖ ഹോസ്പിറ്റൽ ജൂനിയർ പ്ലാസ്റ്റിക് സർജനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. ഞാൻ ജൂനിയർ പ്ലാസ്റ്റിക് സർജൻ എന്ന് പറയാൻ കാരണം അദ്ദേഹത്തെക്കുറിച്ച് അവരുടെ വെബ്സൈറ്റിൽ അദ്ദേഹം സീനിയർ കൺസൾട്ടൻ്റ് എന്നായിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് 2022 ജോലിയിൽ കയറിയ ഒരു ഡോക്ടർ എങ്ങനെയാണ് സീനിയർ കൺസൾട്ടൻ്റ് ആവുക? പിന്നീട് അവർ ആ വെബ്സൈറ്റിൽ നിന്ന് വെറും കൺസൾട്ടൻ്റ് മാറ്റി. അങ്ങനത്തെ ഒരു ഡോക്ടർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് 3:30 ഫ്രീ ആവും. അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം ജോലിയായിട്ട് ഈ എരഞ്ഞിപ്പാലത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വരും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പേർട്ടായി മാറുക, നല്ല അറിയപ്പെടുന്നൊരു പ്ലാസ്റ്റിക് സർജനായി വളർന്നു വരണം. കാരണം വളരെ കുറഞ്ഞ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ളൂ. ഞങ്ങളോട് പറഞ്ഞത് വലിയൊരു ഡോക്ടറാണ് ഇത് തീരുമാനിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് സർജന് കൈമാറിയത് കാലിൻ്റെ അടിഭാഗത്ത് മാംസം നഷ്ടപ്പെട്ടത് കൊണ്ട് അത് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ജൂനിയർ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് കാലൊരു പക്ഷേ മുറിക്കേണ്ടി കൊണ്ട് ഭയന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ ഒരു രേഖയും മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം മെഡിക്കൽ കോളേജിൽ നിന്ന് അനുമതി ഇല്ലാതെ കൊണ്ടുവന്നതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം നോർമലായിട്ടുണ്ട് എന്ന് മെഡിക്കൽ രേഖ പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുമുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, ഈ ജൂനിയർ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു എക്സ്പേർട്ടായി വളർന്നു വരിക എന്നുള്ളത് ഈ മുറിക്കാനൊന്നും അങ്ങനെ ഇങ്ങനെ കിട്ടുന്നൊരു ചാൻസ് ഉള്ളതല്ല. കിട്ടിയ ചാൻസിൽ അദ്ദേഹം മുറിക്കുകയും പേരിന് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി, നെറികെട്ട പരിപാടി. ഇതിനെക്കുറിച്ച് ഞാൻ 1.5 വർഷം നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ മഹാതട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയും കടന്നു പോവുക. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് വാർത്തയാക്കാൻ ശ്രമിച്ചാൽ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരും വരില്ല. കാരണം അതിനോട് അവിടുത്തെ റിപ്പോർട്ടർ തന്നെ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ തന്നെ എന്നോട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ പരസ്യം തരുന്നത് ഇവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരും എന്ന്. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ തട്ടിപ്പിനെ കുറിച്ച് പുറത്തു വരില്ല. രണ്ടാമത്തെ കാര്യം, ഈ വലിയ പ്രമുഖ ഹോസ്പിറ്റലൊക്കെ ഒട്ടുമിക്ക അമേരിക്കൻ കമ്പനികൾ ദത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ എൻ്റെ വാർത്തയുമായി അല്ലെങ്കിൽ എൻ്റെ ഈ വിഷയം ഞാൻ DMOയുടെ ഓഫീസിൽ മുമ്പിൽ നടത്തിയപ്പോൾ, സമരം ചെയ്തപ്പോൾ, അതിൽ റിപ്പോർട്ടർ ചാനലുകാരോടുള്ള നന്ദിയും കൂടി അറിയിക്കുകയാണ്. കാരണം അവർ കൃത്യമായിട്ടത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. എന്നാൽ 2-3 ചില മാധ്യമങ്ങൾ എന്നെ വിളിക്കുകയും അവർ പിന്നെ വരാതിരിക്കുകയും ചെയ്തപ്പോഴുള്ള കാര്യങ്ങളും
ആണ് എനിക്ക് പറയാനുള്ളത്. പോരാട്ടം തുടരേണ്ടതിൻ്റെ ആവശ്യകത എന്നുള്ളത് ഞാനിതിൽ ഒരാളെ പറയുള്ളൂ, ഈ ജൂനിയർ ഡോക്ടറായ പ്ലാസ്റ്റിക് സർജനായ ഡോക്ടറിനെതിരെ മാത്രം. അതുപോലെ ഹോസ്പിറ്റലിനെതിരെ എനിക്കുള്ള പരാതി എന്ന് പറയുന്നത്, ചികിത്സിക്കാത്ത ഡോക്ടറുടെ പേരിൽ രേഖ തന്ന് നമ്മളെ പറ്റിച്ചു 2 ലക്ഷം രൂപ കയ്യിലാക്കി. ഇതിനെതിരെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇതിൽ 100% ഇതിൽ തെറ്റുണ്ട് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ച ഡോക്ടറേറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിദഗ്ധരായ ഡോക്ടർമാരോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. കാരണം പിന്നെ ഡോക്ടർമാരുടെ ഇടയിലും ഒരു സംഘടനാ സംവിധാനം ഉള്ളത് കൊണ്ട് അവർക്കും ഈ ഒരു രേഖ ഔദ്യോഗികമായിട്ട് തരാനും ബുദ്ധിമുട്ടുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, നിങ്ങളോട് പറയാനുള്ളത്, ഒരുപാട് ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചിട്ടുണ്ട്. കൃത്യമായി ചികിത്സ തന്ന് കൃത്യമായ പരിചരണം തന്ന് എന്നെ രക്ഷപ്പെടുത്തിയ പല വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ജൂനിയർ ഡോക്ടറുടെ പരിശീലനമായി എൻ്റെ കാലിനെ മാറ്റിയെന്ന് പറയുമ്പോൾ അത് സമൂഹത്തോട് എനിക്ക് പറയേണ്ടതുണ്ട്. ഇത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളുടെ ചാനലുകാരോട് പറയാനുള്ളത്, ഞാൻ DMOയുടെ ഓഫീസിൻ്റെ മുമ്പിൽ സമരം നടത്തിയപ്പോൾ 2-3 ചാനലുകാർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞത്, അവർ വിളിച്ച് പിന്നീട് അവർ യാതൊരുവിധ വിവരവും തരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയി എന്ന് വരെ കേൾക്കേണ്ടി വന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ്. ഇതിൽ 100% സത്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ഇതിന് നിൽക്കുന്നില്ല. കാരണം നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഭയമായിരിക്കാം. കാരണം കോഴിക്കോടുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും വലിയ വലിയ കമ്പനികൾ കയ്യിലാക്കിയിട്ടുണ്ട്. അവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് ഒരുപക്ഷെ ഡൽഹിയിലോ ബോംബെയിലോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു പക്ഷേ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിലേക്കോ ബോംബെയിലേക്കൊക്കെ പോവേണ്ട സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഒരു പരിധിവരെ മാധ്യമ പ്രവർത്തകർ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും മെഡിക്കൽ കോളേജിനെതിരെ എന്താണ് സമയം. മെഡിക്കൽ കോളേജ് പൊതുജനങ്ങളുടെ സ്വത്താണ്. മറ്റേത് പ്രൈവറ്റ് വ്യക്തികളുടെയോ കമ്പനികളുടെയോ സ്വത്തായിട്ടാണ്. അതുകൊണ്ട് അവർ ആ രൂപത്തിലും നേരിടുമ്പോഴാണ് ഇത് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ ഇതുപോലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ മടിക്കുന്നതും അതിൽ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്തായാലും എൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാം, 100% തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് പറയുന്നത്. പോരാട്ടം തുടരും. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. ഇത് സോഷ്യൽ മീഡിയയിലൂടെ പരമാവധി പ്രചരിപ്പിക്കണമെന്ന് വേണ്ടിയിട്ടാണ്. കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എനിക്കുണ്ടായ ദുരനുഭവത്തിൻ്റെ നേർക്കാഴ്ചകളുടെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി വിവരിക്കുന്നത്. അപ്പോൾ സാധാരണക്കാരനായ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാത്ത എത്ര സാധുക്കളെ ഇവരിതുപോലെ ക്രൂരമായി ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് പോരാട്ടം തുടരും. നിങ്ങളുടെയൊക്കെ അകമൊടിഞ്ഞ പിന്തുണയും ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ്.